എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷംജി ഷാജഹാൻ, റാഫ അരോമ ഹോസ്പിറ്റൽ ദന്തൽ വിഭാഗത്തിൽ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പല്ലുകളിൽ ഉണ്ടാകുന്ന കേടുകളെ പറ്റിയും അതിൻ്റെ പരിഹാര മാർഗങ്ങളെ പറ്റിയുമാണ്. കേടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കാര്യമായിരിക്കും അല്ലേ? എല്ലാവരുടെയും വായിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ പല്ലുകളിലൊക്കെ കേടൊക്കെ കണ്ടു കാണും. നിങ്ങൾ അതിന് ചികിത്സയും എടുത്തിട്ടുണ്ടായിരിക്കും. പൊതുവെ സംഭവിക്കുന്നത് പല്ലുകളിൽ കേടുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പല്ല് എടുക്കേണ്ട അവസ്ഥയിലോ അല്ലെങ്കിൽ ശക്തമായ വേദന ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ മാത്രമാണ് ചികിത്സ തേടുന്നത്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ പല്ലിനെ നിലനിർത്താനുള്ള സാധ്യതകൾ കുറഞ്ഞു വരികയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം തന്നെ കേടിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിലെ ചെറുതായിട്ടുള്ള കറുത്ത കുത്തുകളോ അതല്ല എങ്കിൽ ബ്രൗണിഷ് ആയിട്ടുള്ള ഡിസ്കളറേഷനോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളൊരു ദന്തരോഗ വിദഗ്ധനെ കാണിക്കേണ്ടതാണ്. കേടുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പല്ലിൽ ഷുഗറിൻ്റെ അംശം അഥവാ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അംശങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുകയും അതിനകത്ത് ബാക്ടീരിയകൾ കൂടുതലായി പ്രവർത്തിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ ആസിഡാണ് പല്ലുകളെ കാർന്ന് തിന്ന് അവിടെ ഒരു കേടുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ചികിത്സിച്ച് കഴിഞ്ഞാൽ ആ കേടിൻ്റെ ഭാഗം നീക്കം ചെയ്ത് നമ്മളൊരു ഫില്ലിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കേടിനെ അവിടെ തന്നെ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് നിലനിർത്താൻ പറ്റുന്നുണ്ട്. ഇത് എങ്ങനെ അടയ്ക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ. പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന സിൽവർ കളറിലുള്ള സിൽവർ അമാൽഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഡെന്റിസ്ട്രിയിൽ അത്രയും പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അതിലുപയോഗിക്കുന്ന മെർക്കുറിയുടെ അംശം ശരീരത്തിന് കുറച്ച് ദോഷകരമായി കണ്ടു തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ പൊതുവെ അമാൽഗം ഉപയോഗിക്കുന്നില്ല. അതിന് പകരമായി പല്ലിൻ്റെ അതേ കളറിലുള്ള മെറ്റീരിയലുകൾ GIC അല്ലെങ്കിൽ കോമ്പോസിറ്റ് പോലെയുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പല്ലിൻ്റെ അതേ കളറിൽ, അതായത് പല്ല് തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ അതേ കളറിലെ മെറ്റീരിയൽ വെച്ച് നമുക്ക് അടയ്ക്കാൻ പറ്റും. പുറകിലാണെങ്കിലും അതുപോലെ തന്നെ പോസ്റ്റീരിയർ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കത്തക്ക രീതിയിലുള്ള ഫില്ലിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ വളരെ ചെറിയ കേടാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇതിനെ അടച്ച് നിലനിർത്താൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾ ആദ്യം ഒന്നും ചികിത്സ തേടിയില്ല, ശക്തമായ വേദന വരുന്ന ഒരു അവസ്ഥയിലാണ് ഡെന്റിസ്റ്റിനെ കാണുന്നതെങ്കിൽ നമ്മളിതിനൊരു എക്സ്റേ എടുപ്പിക്കും. RVG അല്ലെങ്കിൽ IOPA എന്ന് പറയുന്ന എക്സ്റേകളാണ് എടുപ്പിക്കുന്നത്. എക്സ്റേ എടുത്തു നോക്കുമ്പം നമ്മുടെ പല്ലിൻ്റെ ഏറ്റവും മുകളിലുള്ള ഇനാമൽ ലെയർ കടന്ന് അതിനുള്ളിലുള്ള ഡെന്റിൻ ലെയറും കടന്ന് പല്ലിനകത്ത് ഏറ്റവും ജീവനുള്ള അല്ലെങ്കിൽ നാഡീവ്യൂഹവും രക്തക്കുഴലുകളും ഒക്കെ കടന്നു പോകുന്ന പൾപ്പിലേക്ക് ബാധിക്കുമ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത്. ആ ഭാഗത്തോളം ഈ ഇൻഫെക്ഷൻ ചെന്നിട്ടുണ്ട് അല്ലെങ്കിൽ കേട് ചെന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആ ഒരു കേസിൽ പറയും റൂട്ട് കനാൽ ചെയ്യണം എന്ന് പറയും. റൂട്ട് കനാൽ അഥവാ വേര് ചികിത്സ. ഇതിലെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കേടായിട്ടുള്ള ഭാഗം നീക്കം ചെയ്യുകയും പല്ലിൻ്റെ വേരിനകത്തേക്കുള്ള ഈ രക്തക്കുഴലുകൾ കടന്നു പോകുന്ന ഭാഗം പൾപ്പ് എടുത്ത് നീക്കം ചെയ്തതിന് ശേഷം അവിടെ ക്ലീൻ ചെയ്ത് കുറച്ചും കൂടെ വലുതാക്കി ഒരു പ്രത്യേക തരത്തിലുള്ള ഇനേർട്ടായിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ച് നമ്മളവിടെ അടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന് ശേഷം ആ പല്ലിന് കുറച്ചും കൂടെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിന് പുറത്തായിട്ട് കവറിങ്ങുകൾ ഇട്ട് കൊടുക്കണം. അതിനെ നമ്മൾ ക്രൗൺ എന്ന് പറയും. അത് നമുക്ക് അടുത്തൊരു സെഷനിൽ അതിനെപ്പറ്റി സംസാരിക്കാവുന്നതാണ്. ഇനി കേടുകൾ നിങ്ങൾ ആദ്യമായിട്ട് ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മൾ ഇനി ഈ പറയുന്ന റൂട്ട് കനാൽ ചികിത്സയും സാധ്യമല്ലാത്തൊരവസ്ഥയിലാവുമ്പോഴാണ് നമ്മൾ പല്ലുകൾ എടുത്ത് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. പല്ല് എടുത്ത് നീക്കം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്തുകളുണ്ട്. നിങ്ങൾക്ക് ചവയ്ക്കാൻ പറ്റാതെ വരുന്നു, അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്നു, സമീപത്തുള്ള പല്ലുകൾ ഇങ്ങോട്ട് നീങ്ങി വരാനുള്ള സാധ്യതകളും മറ്റുമുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ പറയും റൂട്ട് കനാൽ ചികിത്സയ്ക്ക് ശേഷം പോസ്റ്റ് ആൻഡ് കോർ എന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന്. എന്താണ് ഈ പോസ്റ്റ് ആൻഡ് കോർ? നമ്മൾ പില്ലറുകൾ താഴ്ത്തി കെട്ടിടങ്ങൾ പണിയാറില്ലേ, അതുപോലെ വേരിനകത്തേക്ക് നമ്മളിപ്പോൾ റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം നമ്മൾ ആ വെച്ചിരുന്ന ഇനേർട്ടായിട്ടുള്ള മെറ്റീരിയൽ കുറച്ച് നീക്കം ചെയ്തിട്ട് അവിടെ ഒരു പോസ്റ്റ് കുഴിച്ചിട്ട് അതിന് പുറത്തേക്ക് കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേക തരത്തിലുള്ള ലൂട്ടിംഗ് മെറ്റീരിയൽസ് വെച്ച് അവിടെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് പുറത്തേക്ക് പല്ല് പോലെ ബിൽഡ് ചെയ്തെടുക്കുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ പോസ്റ്റ് ആൻഡ് കോർ എന്ന് പറയുന്നത്. അപ്പം ഈ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പല്ല് നീക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇതിനുശേഷം നമുക്കൊരു കവറിങ് ഇടാവുന്നതാണ്. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ മാത്രമേ നിങ്ങളൊരു പല്ല് എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കാവൂ. ഇനി എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഒരു 6 മാസം കൂടുമ്പോഴത്തേക്ക് ഒരു ദന്തരോഗ വിദഗ്ധനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കേടുകളുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതും അത് ആദ്യം തന്നെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നതുമായിരിക്കും. അപ്പം നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് 6 മാസം കൂടുമ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുക. ചെറിയ ചെറിയ കേടുകളുണ്ടെങ്കിൽ ആദ്യം തന്നെ അടച്ചു പോവുക. ഇനി ഇതിന് കാരണമാകുന്ന ഷുഗർ ഇൻടേക്ക് നിങ്ങൾ കുറച്ച് കുറയ്ക്കുക. ഷുഗർ ഇൻടേക്ക് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി നിങ്ങൾ കുറച്ച് വരിക. ഇടയ്ക്കിടയ്ക്കായിട്ട് ഭക്ഷണങ്ങളുടെ ഇടയ്ക്കായിട്ട് നിങ്ങൾ കുറിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിന് ഉടനെ തന്നെ നിങ്ങൾ ബ്രഷ് ചെയ്യുക. അത് കൂടാണ്ട് മൗത്ത് വാഷ്, അതല്ലെങ്കിൽ പല്ലുകളുടെ ഇടവശം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഇന്റർഡെന്റൽ ബ്രഷ് അല്ലെങ്കിൽ ഡെന്റൽ ഫ്ലോസ് ഉപയോഗിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കേടുകൾ വരാതെ നമുക്ക് തടയാൻ പറ്റുന്നതായിരിക്കും. കേടുകൾ വരികയാണെങ്കിൽ ഉടൻ തന്നെ അതിന് ചികിത്സ തേടേണ്ടതുമാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.